ലെസൺ 9 ആനന്ദയ്ക്ക് ഫുൾ ചാടിയം. ആനന്ദയ്ക്ക് ഫുൾ ചാടിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദത്തിൻ്റെ പൂത്തിരികൾ, സന്തോഷത്തിൻ്റെ പൂത്തിരികൾ. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അനന്ത് ഗോപാൽ ഷവഡെ എന്ന ലേഖകനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മം എവിടെയായിരുന്നു? അദ്ദേഹം 1911 ജനിച്ചിട്ട് 1979 അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ നിശാഗീത്, ജ്വാലാമുഖി, മംഗള തുടങ്ങിയവയായിരുന്നു. അദ്ദേഹം ഹിന്ദി ഭാഷലേഖനായിരുന്നില്ല എങ്കിലും ഹിന്ദി ഭാഷയ്ക്ക് അതായത് ലോകവേദികളിലൊക്കെ സ്ഥാനം നേടിക്കൊടുക്കുന്നതിൽ ഈ കവി, അതായത് ഈ ലേഖൻ വലിയ സംഭാവനകളും സേവനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് പൂർണ്ണമായ ഒരു ഉള്ളടക്കം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ത്യാഗപൂർണ്ണമായ മനസ്സോടെയാണ് മറ്റുള്ളവർക്ക്, അതായത് പരസ്നേഹം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതാണ് വളരെ മഹനീയമായ കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ സ്വാർത്ഥതയെല്ലാം വെടിഞ്ഞിട്ട് പരനന്മയെ ലക്ഷ്യമാക്കിയിട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ആനന്ദയ്ക്ക് ഫുൾ ചാടിയം. അതായത് മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ട് അവരെ സന്തോഷിപ്പിക്കുക, അതാണ് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 5 സംഭവങ്ങളെയാണ് ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നത്. അതായത് ഓരോ ലേഖനങ്ങളെയും കണക്റ്റഡ് ആക്കിയിട്ടാണ് ഓരോ സംഭവങ്ങളെ ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേഖനത്തിൽ ആദ്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള ഒന്നാമത്തെ സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ അതായത് എക് ബൂഢ ആദ്മി, അതായത് ഒരു വൃദ്ധനായൊരു മനുഷ്യൻ. जिसके बाल सफ़ेद हो गए थे, ज़मीन खोद रहा था एक नौजवान ने जो वहाँ से गुज़र रहा था. उस बुजुर्ग को परिश्रम करते देख पूछा, बाबा ये क्या कर रहे हो? അപ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ എന്താണ്? മുടിയെല്ലാം വെളുത്ത്, അതായത് മുടിയൊക്കെ നരച്ചതായിരുന്നു. അദ്ദേഹം മണ്ണിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഒരു പാസ് ചെയ്ത ഒരു യങ്സ്റ്റർ, ഒരു ചെറുപ്പക്കാരൻ അതിൽ കൂടി പാസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ പ്രായമുള്ള ഇയാളുടെ ഹാർഡ് വർക്ക് കണ്ടിട്ട് ചോദിച്ചു, ബാബ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആംകി ഗുഡലിയാം പോ രഹാഹും ബൂഢേനെ, അതായത് മാങ്ങയുടെ വിത്തുകൾ, അതായത് മാങ്ങ അണ്ടി അതിങ്ങനെ കുഴിച്ചിടുകയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. ഈ സുമ്രുമേ ഈസ് ഫൽ കബ് ഗാവുകി ബാബ, ഈ വയസ്സാം കാലത്തോ ഇതിൻ്റെയൊക്കെ ഫലം എപ്പോൾ കഴിക്കും? നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? കാരണം ഇയാൾ പ്രായമായിട്ട് ഇനിയിപ്പോൾ ഇത് മുളച്ച് മാവായി അതിൻ്റെ മാങ്ങ വന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ ഇത് ചോദിക്കാം. അപ്പോൾ അദ്ദേഹം പറയാം, മേ ഫൽ നഹി ഖാ സക്താ തോ ക്യാ ഹുവാ ബേട്ടാ തും തോ ഖാ സക്കേങ്കി, ഞാൻ കഴിച്ചില്ലെങ്കിലും നീ കഴിക്കുമല്ലോ എന്ന് പറയാം. മേരെ തുമ്ഹാരെ നാത്തി പോത്തെ തോ ഖായ, അതായത് എൻ്റെയോ നിങ്ങളുടെയോ പേരക്കുട്ടികളൊക്കെ കഴിക്കും ഞാൻ കഴിച്ചില്ലെങ്കിലും. देखो वह अमराई मेरे दादे ने लगाई दी तो उसके फल मैंने खाए, इसके फल मेरे നാത്തി പോത്തെ കായ. അതായത് അപ്പുറത്തെ അപ്പം ഈ യുവാവിനോട് പറഞ്ഞാണ്, എനിക്ക് കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും കൊച്ചുമക്കൾക്ക് ഭാവിയിൽ കഴിക്കാനാവും. അപ്പോൾ നോക്കൂ, ആ അപ്പുറത്ത് കാണിക്കുന്നൊരു മാവിൻ തോട്ടം എൻ്റെ മുത്തശ്ശൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പഴങ്ങൾ ഞാൻ കഴിച്ചു, അപ്പോൾ ഇതിൻ്റെ പഴങ്ങൾ എൻ്റെ കൊച്ചുമക്കൾക്ക് കഴിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹമാരെ പൂർവജോं की सी मनोवृत्ति का फल है जो हम जग जग अमराई देखते हैं. അപ്പോൾ എന്താണ് ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്ന ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പൂർവികരുടെ ഒരു മാനസിക, അവരുടെ ഒരു എന്താ പറയുക, മനസ്സിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഫലമാണ് നമ്മളിപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പല സ്ഥലങ്ങളിലേക്കുന്ന വലിയ വലിയ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ കഴിക്കുന്ന നമ്മുടെ മുത്തച്ഛന്മാർ വെച്ച മരങ്ങളാണ്. अपने स्वार्थी जीवन से ऊंचे उड़कर दूसरों को सुख और आनंद पहुंचाने का एक ऐसा सुंदर स्वभाव. അതായത് നമ്മുടെ സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് ഉയർന്നിട്ട്, അപ്പം നമ്മുടെ അതായത് സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് ഊഞ്ചെ ഉടുക്കുക, അതിൽ നിന്നും ഉയരത്തിലായിട്ട് ദൂസരോക്കോ മറ്റുള്ളവരെ സുഖത്തിലും സന്തോഷത്തിലും എത്തുക എന്നത് സുന്ദരമായ നല്ലൊരു സ്വഭാവമാണ്. निस्संदेह उस बूटे का जीवन एक परम स्वात्विक आनंद की दीप्ति से जगमगा उड़ा होगा और उसकी मृत्यु बहुत शांत और कष्टहीन हुई होगी. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന സംശയം കൂടാതെ നമുക്ക് പറയാം, ആ പ്രായമുള്ള വ്യക്തി വളരെ ആനന്ദത്തിൻ്റെതായ ഒരു പൂത്തിരിയാണ് കത്തിക്കുന്നത് മറ്റുള്ളവർക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം വളരെ ശാന്തവും കഷ്ടമില്ലാത്തതുമായിരിക്കാം, കാരണം മറ്റുള്ളവരുടെ നന്മയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. हम लोग सभी यदि इस वृत्ति को ഹൃദയം കർ ലേത്തോ ഇസ് ദുനിയാമേ ഹം അധിക് ആനന്ദയ്ക്ക് സൃഷ്ടി ഹോസ. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് നല്ലൊരു ആനന്ദം മനസ്സിലുണ്ടാവും. അതായത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നമുക്കൊരു ആനന്ദം ഉണ്ടാകും, അതിലൊരു സംശയവും ഇല്ല. ഇസ്മേ കോയ് ശക് നഹി. ഹമാര ജീവൻ സച്ചേ സുഖക്കെ പ്രകാശസേ ആലോകിത് ഹോ ഉടേക. അപ്പം നമ്മുടെ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും മുഴുകും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയാണെങ്കിൽ.
അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സംഭവം കൊടുത്തിരിക്കുന്നത് ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്ന രണ്ടാമത്തെ സംഭവം ഇങ്ങനെയാണ്. ഏക് വൃദ്ധ സംഭ്രാന്ത മഹിള റെയിൽഗാഡി സെ സഫർ കർ രഹി തി. അപ്പോൾ എന്താണ്, ഒരിക്കൽ ലേഖൻ തീവണ്ടിയിലിരുന്ന് പുറത്തേക്ക് പൂക്കളുടെയും ഫലങ്ങളുടെയും വിത്തുകൾ എറിഞ്ഞിടുന്ന ഒരു മാന്യനായ ഒരു വൃദ്ധ സ്ത്രീയെ കണ്ടു. വേ खिड़की के पास बैठकर बीच बीच में अपनी मुट्ठी में कुछ चीज़ बाहर फेंकती जा रही थी. അപ്പോൾ ഇദ്ദേഹം ഒരു തീവണ്ടി യാത്രയിലായിരുന്നു ഈ മാന്യയായ വൃദ്ധ സ്ത്രീയെ കണ്ടത്. एक സഹയാത്രി ने जो ये देख रहा था पूछा ये आप क्या कर रही. അപ്പോൾ കൂടെയുള്ള ഒരു കൂട്ടുകാരി, ആ യാത്രക്കാരി ചോദിച്ചു, താങ്കൾ എന്താണിത് കാണിക്കുന്നത്? उस महिला ने जवाब दिया ये सुंदर फल और फूलों के बीज. അതാ അപ്പോൾ ആ സ്ത്രീ എന്താ പറഞ്ഞത്, ഇത് സുന്ദരമായ പൂക്കളുടെയും വൃക്ഷങ്ങളുടെയും വിത്തുകളാണ്. मैं इन्हें इस उम्मीद से फेंक रही हूँ जिनमें से कुछ भी अगर जड़ पकड़ लेंगे तो लोगों इससे कुछ फ़ायदा. അതായത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഫലങ്ങൾ ജനങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. അതിപ്പോൾ യാത്രയിൽ ഈ വൃക്ഷത്തിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ വിത്തുകൾ ഇപ്പോൾ എറിയുകയാണെങ്കിൽ അത് പോണ വഴിക്ക് എന്നാൽ എറിഞ്ഞു കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് മുളച്ച് മറ്റുള്ളവർക്ക് അത് നന്മയായിട്ട് ഭവിക്കും. അതിൽ പൂക്കളോ ഫലങ്ങളോ ഉണ്ടായി മറ്റുള്ളവർക്കത് നന്മയായിട്ട് ഫലിക്കും. പതാ നഹി മേ ഇസ് രാസ്തേ സെ ഫിർ ഗുസരും യാനോ. എനിക്കറിയില്ല തിരിച്ച് ഞാൻ ഈ വഴി വരൂ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇസ്ലിയെ ക്യോംന മേ ഈ സന്ധിക്ക ഉപയോഗ കർലും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവങ്ങൾക്ക് ധന്യത ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആനന്ദിക്ക് ഫുൾ ചാടി എന്ന് പറഞ്ഞാൽ പരോപകാരമാണ്, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് നന്മ കാണുക എന്നുള്ള ഓരോരോ കാര്യങ്ങളാണ് അടുത്തത്. അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളാണ് കേട്ടോ. आजकल के ज़माने की रुपये और शीलिंग वाली स्वार्थी तहजीब के बावजूद दुनिया से ऐसे व्यक्ति. ഇപ്പോൾ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരിയധികം അതായത് സ്വാർത്ഥ ജനങ്ങളാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാത്ത ആളുകളാണ് ഈ ലോകത്തിൽ കൂടുതലുള്ളത്. इसलिए तो दुनिया रहने लायक नहीं बनी है. भौतिकवाद और भोगविलास की हाई हाई से पर रहने वाले निस्वार्थी और आदर्श प्रिय लोग न होते तो हम कब के सरसादल को पहुँच गए होते. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാതെ നമ്മുടെ ഉള്ള പൈസയിൽ നമ്മുടെ സ്വന്തം സുഖങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കാണുന്ന കുറേ ആളുകൾ, നിസ്വാർത്ഥരായ ആളുകളാണ് ഈ ലോകത്ത് കൂടുതലും ഉള്ളത്. ऐसे भी व्यक्ति है जो इस ज़माने के अंधकार में भी आनंद की फुल चाड़ी से प्रकाश फैलाते. പക്ഷേ അങ്ങനെയുള്ള വ്യക്തികൾ കൂടിയും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ അന്ധകാരം മാറ്റി മറ്റുള്ളവർക്ക് സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കാൻ സാധിക്കും. जिन देखकर हम मानव जाति के भविष्य पर ശ്രദ്ധ और विश्वास कर सकते. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴാണ് മനുഷ്യജാതിക്ക് ഭാവിയും അവരുടെ ശ്രദ്ധയും വിശ്വാസവും കൂടുതൽ കിട്ടുന്നത്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സംഭവമാണ് കേട്ടോ. അമേരിക്ക के പ്രസിഡൻറ്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ के बारे में एक सुंदर बात सुनी जाती. അപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ കുറിച്ചൊരു സുന്ദരമായ ഒരു കാര്യം കേട്ടു വരുന്നു. എനിക്ക് പാസ് എ ഗരീബ് വിദ്യാർത്ഥി മദത് മാംഗിനെ കേലി ആയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പാവപ്പെട്ട വിദ്യാർത്ഥി സഹായം ചോദിച്ചു വന്നു. ഉസേ ഉന്നോനെ $20 അദ്ദേഹം കുട്ടിക്ക് $20 കൊടുത്തു. വേദോ ചോട്ടി രക്കം തേക്കർ ഭൂൽഗെ. അദ്ദേഹം ആ പൈസ കൊടുത്തിട്ട് അദ്ദേഹം അത് മറന്നും പോയി. ലേക്കിൻ ഇവ വിദ്യാർത്ഥി ഉപകാർക്കൊന്ന. പക്ഷേ ആ വിദ്യാർത്ഥി ഉപകാരം മറന്നില്ല. ജബ് ഉസ്കെ ദിൻ ഫിർ തബ് $20 ലൗട്ടാനെ के लिए ഫ്രാങ്ക്ലിൻ के पास आया. അതൊക്കെ ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ $20 തിരിച്ച് അദ്ദേഹത്തിന് ഏൽപ്പിക്കാൻ വേണ്ടി വന്നു. അപ്പം നേരം എന്താ പറഞ്ഞാൽ ഫ്രാങ്ക്ലിനെ കഹാ മുझे याद तो नहीं है मैंने इस रकम आपको कब दी. എനിക്ക് ഓർമ്മയില്ല ഈ $20 നിനക്ക് എപ്പോഴാണ് ഞാൻ തന്നതെന്ന്. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടി ആ പൈസ കൊണ്ട് പഠിച്ച് വലുതായി ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പൈസ കൊടുക്കാൻ വന്നപ്പോഴേക്കും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അത് മറന്നുപോയായിരുന്നു. ലേക്കിൻ ഖൈർ ആപ്പ് ഇസ് ആപ്നെ ഹി പാസ് രഹേ. എന്തു വന്നാലും താങ്കൾ ഈ പൈസൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. और जब आपके पास कोई ऐसा ही ज़रूरतमंद आए तो उसे एक दे दीजिए. അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അവർക്ക് ഇതേപോലെ കൊടുത്ത് സഹായിക്കാൻ പറഞ്ഞു. उस व्यक्ति ने ऐसा ही किया. कहते हैं आज भी वह रकम अमेरिका में ज़रूरतमंदों के हाथ में घूम रही है. इतनी अच्छी बात है. അതായത് അദ്ദേഹം അങ്ങനെ പറഞ്ഞ ശേഷം ഇന്നും ആ പൈസ അതായത് അമേരിക്കയിലെ ആവശ്യമുള്ള ആളുകളുടെ കയ്യിൽ ഈ പൈസ ഇന്നും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിത്തിനെ അച്ചീബ, എത്രയും നല്ല കാര്യമാണ്. ഇത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് എത്രയോ നല്ല കാര്യമാണ്. ഇപ്പം ഇതാണ് മൂന്നാമത്തെ സംഭവം കേട്ടോ. അപ്പോൾ रुपया कमाना सबके हाथ की बात नहीं है ना. शिक्षा पाकर डिग्रियाँ हासिल करना सबकी पहुँच में है. അപ്പോൾ ലേഖൻ പറഞ്ഞ പൈസ സമ്പാദിക്കാവുന്ന എല്ലാവരുടെയും കയ്യിലുള്ള നല്ല
തന്നെയാണ്, നല്ല കാര്യമാണ് എങ്കിലും കൂടിയും വിദ്യാഭ്യാസം നമുക്ക് ഡിഗ്രികൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. लेकिन हम सब चाहे तो आनंद और सुख की रश्मियाँ बिखेर कर दुनिया के दुख को कुछ न कुछ हल्का ज़रूर कर सकते हैं जिन लोगों से हमारा संबंध है. പക്ഷെ നമ്മൾ ആഗ്രഹിക്കണം സന്തോഷവും സുഖത്തിൻ്റെയും പ്രകാശം മറ്റുള്ളവർക്ക് വിതരിച്ചുകൊണ്ട്, അതായത് വിതരണം ചെയ്തുകൊണ്ട് ദുഃഖത്തിനെ സമൂഹത്തിൽ നിന്ന് മാറ്റി പതുക്കെ മാറ്റി മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഉनके जीवन में कुछ न कुछ प्रसन्नता तो ज़रूर ही ला सकते हैं. लड़ाई, गरीबी, महंगाई और गुलामी से हमारा जीवन तो वैसे ही मुसीबतों से भरा. ഇപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ യുദ്ധവും ദാരിദ്ര്യം കഷ്ടപ്പാടുകളും അടിമത്തം ഇതെല്ലാം കൊണ്ട് നിറഞ്ഞതാണ്. फिर भी हम उसमें कुछ सुख और आह्लाद फैलाकर जिंदगी की लड़ाई को सहने लायक और जीवन को जीने लायक तो बना ही सकते. എന്നിട്ടും അതിൻ്റെ അകത്ത് സുഖവും ആഹ്ലാദവും സന്തോഷവും എല്ലാം വ്യാപിപ്പിച്ചിട്ട് ജീവിതത്തിനോടുള്ള യുദ്ധം ചെയ്ത് ജീവിതത്തിനെ ജയിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്. काम बिल्कुल मुश्किल नहीं है, हमें सिर्फ ज़रा ध्यान देने की ज़रूरत है और उसका नतीजा वो तो हम ഫൗരൻ ദേഖ് സക്കേങ്കെ അഗർ ജാദു की तरह असर न हुआ तो फिर कहिए. അപ്പം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ നിലപാട്, നമ്മുടെ മനസ്സിലെ നന്മ, അത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നുള്ളത് ഒരു സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കുന്ന ഒരു അംഗീകാരമാണെന്ന് ലേഖൻ പറയുന്നതാണ്. നെക്സ്റ്റ്, अपने काम से एक बार मुंबई जा रहा था. അടുത്ത നാലാമത്തെ സംഭവം ഇങ്ങനെയാണ് ലേഖൻ പറയുന്നത്. അപ്പോൾ ഒരിക്കൽ ലേഖകൻ യാത്രയ്ക്കായിട്ട് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുമായിരുന്നു. യാത്രയ്ക്ക് ലഡായിക്ക് കാരണം അപ്പം കമ്പനി മേ ഗാഡിയോं की संख्या कम दिखी इसलिए भीड़ खूब. അതായത് വണ്ടിയിൽ ഭയങ്കര യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത്. ടിക്കറ്റ് ലേനക്കിലെ വാക്തായ ചീന ചപ്പട, അത് ഭയങ്കര ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. ഗിടുക്കിക്ക്